നിങ്ങൾ 90s കിഡാണെങ്കിൽ റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ മൗഗ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ നോവലും നിങ്ങൾക്ക് എന്തായാലും ഫെമിലിയർ ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ബാലരമയിൽ ആ കഥ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ദൂരദർശനിൽ പണ്ട് കാർട്ടൂണായിട്ട് കണ്ടു കാണും. 1967 ഡിസ്നി പിക്ചേഴ്സ് ജംഗിൾ ബുക്കിന് ഒരു മൂവിയായിട്ട് ഇറക്കുന്നത്, അനിമേറ്റഡ് മൂവിയായിട്ട് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം 49 വർഷം കഴിഞ്ഞിട്ട് 2016 ആദ്യമായിട്ട് എൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വന്നു. നമ്മൾ പലരും കണ്ടു കാണും. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ ജംഗിൾ ബുക്കിൻ്റെ ശരിക്കും ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ കാണണം. ഞാൻ പറയുന്നത് ആ അനിമേറ്റഡ് മൂവിയുടെയോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള ബാലരമയിലെ കഥയുടെ അല്ല, ശരിക്കുമുള്ള ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ നോവലിൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ കാണണമെങ്കിൽ 2018 ആൻഡി സർക്കിസ് ഡയറക്റ്റ് ചെയ്തിട്ട് മൗഗ്ലി ദ ലെജൻഡ് ഓഫ് ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസായിട്ടുണ്ട്. അത് തിയേറ്റർ റിലീസല്ല, OTT റിലീസായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ആ കഥ അതേ ഒരു റോ ഫോമിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ് 2018 മൗഗ്ലി ദ ലെജൻഡ് ഓഫ് ജംഗിൾ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, മൗഗ്ലിയാണ് മെയിൻ ക്യാരക്ടർ, ജംഗിൾ ബുക്കാണ് ബേസ്. എങ്കിലും മൗഗ്ലി ലെജൻഡ് ഓഫ് ദ ജംഗിൾ എന്ന് പറഞ്ഞ മൂവി ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് കുറച്ചുകൂടെ ഗ്രൗണ്ടഡും കുറച്ചുകൂടെ വയലൻറ്റുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ജംഗിൾ ബുക്കിൻ്റെ അഡാപ്റ്റേഷൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൗഗ്ലി ലെജൻഡ് ഓഫ് ദ ജംഗിൾ എന്ന് പറഞ്ഞ മൂവി ചെക്കൗട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് കാണാനാണെങ്കിൽ 2016 ഡിസ്നിയുടെ ദ ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ മൂവി കാണിക്കുക എന്നതാണ്.